ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു. നമ്മളുടെ PSC പഠനത്തിലോട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരണം അല്ലേ? അപ്പോൾ നമ്മുടെ LDC, LGS, VFയുടെ ഒന്നും നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ മാത്രം എക്സാമിന്റെ എന്നായിരിക്കും എന്നുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ജനറലി ഉള്ള സിലബസിന്റെ ഇത് വെച്ചിട്ട് LGSന്റെ സിലബസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, 10th പ്രിലിംസിന്റെ ആ ഒരു സിലബസ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 7th ആണ് ക്വാളിഫിക്കേഷൻ അപ്പോൾ ആണെങ്കിൽ തീർച്ചയായിട്ടും LGS ആയിരിക്കും നിങ്ങൾ എന്താ ഫോക്കസ് ചെയ്യാം അല്ലെ. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രിയോ അതിൽ കൂടുതലുള്ള ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ മൂന്ന് എക്സാംസിനും വേണ്ടി എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നുണ്ട്, ഇതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ മുൻപും പറയാറുണ്ട്, ഹയർ ലെവലിൽ വെച്ച് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഹയർ ലെവലും അതിന് താഴെയുള്ള ഏത് എക്സാംസും നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവലും കൂടും. ഓക്കെ, ഓരോ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും അങ്ങനെ നമ്മൾ പതുക്കെ ഇമ്പ്രൂവ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എനിവേസ് ഇപ്പോൾ ഈ LGSനെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ നമുക്കറിയാലോ, 7th ക്വാളിഫിക്കേഷൻ മാത്രമുള്ളവർക്കല്ല ഡിഗ്രിക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ധാരാളം ഒഴിവുകൾ പറയുന്ന ഒരു ഇതും കൂടിയാണ് LGSന്റെ. അപ്പൊ അത്യാവശ്യം കട്ടിയാകുമോ എക്സാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പയർ ടു LDC, VFA അത്രത്തോളം വരില്ല. കാരണം ഇതിൽ കേരള ഗവേണൻസ് അതുപോലെ ആക്ട് ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ 3 കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഒരു LDC സിലബസ് വെച്ച് പഠിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങളുടെ ഫോക്കസ് LGS ആണ് എങ്കിൽ ആ സിലബസിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി LDC, VFAക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിലും ഈ സിലബസിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇതെന്താണ് ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ, അല്ല ഒരു കോച്ചിന് വേണ്ടി വരുമോ എന്നുള്ള ചിന്തയൊക്കെ സ്വാഭാവികമായിട്ട് നമ്മളൊരു എക്സാമിന് വേണ്ടി പഠിക്കുന്നതിന് മുമ്പ് വരും അല്ലെ. അപ്പോൾ എല്ലാവർക്കും ഇപ്പൊ കോച്ചിങ് എടുക്കാൻ പറ്റണമെന്നില്ല, അഫോർഡബിൾ ആകണമെന്നില്ല പല കാര്യം. അവര് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കോച്ചിങ്ങിന് ഉള്ളവർ, ഇപ്പൊ കോച്ചിങ് എടുക്കുന്നവർ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ റിസർച്ച് ചെയ്ത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഓക്കെ, പിന്നെ നമ്മളുടെ ആ ഒരു പെർസെപ്ഷൻ അനുസരിച്ചിരിക്കുന്നത് എങ്ങനെ നമ്മളത് റിസീവ് ചെയ്യുന്നു, നമുക്കത് ഓക്കെ ആണോ, നമുക്കൊരാൾ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, കാരണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും ആ ഒരു അവതരണ ശൈലിയൊന്നും ചിലപ്പോൾ ഇങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ആകണമെന്നില്ല. ഇനി നമ്മളിപ്പോ സെൽഫ് സ്റ്റഡി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾക്ക് ഈ പറയുന്ന സിലബസിലെ പോർഷൻസിനെ കുറിച്ച് അത്യാവശ്യം ധാരണയുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല ഒരു അടിസ്ഥാന ധാരണ, ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ എന്തിൽ നിന്നാണ് വരിക എന്നൊക്കെ ഇതുവരെയുള്ള എഴുത്തിൽ നിന്നൊക്കെ, അതായത് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അടുത്തൊരു എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം വേണ്ട മാറ്റങ്ങൾ വരുത്തി കൊണ്ടുപോകാൻ പറ്റും. ഇനി നിങ്ങളൊരു ഫ്രഷ് ആയിട്ടാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് എങ്കിൽ, ആദ്യമായിട്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് ബേസിക് നോളജിന്റെ ആവശ്യം വരും. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഒരു കോച്ചിങ് എടുക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്. കാരണം ഞാൻ എടുത്തിട്ടുള്ള ഒരാളാണ്, വെറുതെ വായിച്ചു പോകണം അങ്ങനെയല്ല. നമ്മൾ വിചാരിക്കുന്ന അറിവുമായിരിക്കില്ല. അപ്പൊ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ നമ്മൾ അതിന്റെ വ്യാപ്തി അത്രത്തോളം വിചാരിക്കുന്നു, പക്ഷെ അതിനപ്പുറവും കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനോട് റിലേറ്റ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്കൊരു കോച്ചിങ് കിട്ടിയാൽ മനസ്സിലാവും. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എടുക്കുന്നത് അല്ലെ. ഇത് ക്രാക്ക് ചെയ്തവരും അങ്ങനെയുള്ളവരൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അങ്ങനെ മാത്രമല്ല, ഇതിനെക്കുറിച്ച് അറിവുള്ള ആർക്കും എടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതായത് അത്യാവശ്യം ഒരു പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അറിയാമെങ്കിൽ, കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റും, നമുക്ക് ഒരാളെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റും. അപ്പൊ കേട്ട് പഠിക്കുന്ന ശീലമുള്ളവർക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, വായിച്ച് ശീലിക്കുന്നവർക്ക് ഇപ്പൊ എത്ര നമ്മൾ കേട്ടാലും റിവിഷന്റെ ടൈമിൽ നമ്മൾ തീർച്ചയായിട്ടും വായിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആകെ ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ചൂസ് ചെയ്താലും, ഇപ്പോൾ നിങ്ങളിപ്പോൾ കോച്ചിങ് ആണെങ്കിലും ഫ്രഷ് ആയിട്ടാണ് എങ്കിലും, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ ഓൾറെഡി ചെയ്യാന്ന് പറയണ്ടല്ലേ, വേറെ ഒന്നും കൊണ്ടല്ല. കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയൊക്കെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ, 2nd വീക്ക് അല്ലെങ്കിൽ 3rd വീക്കാണ്. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് 3rd വീക്കിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന 3 കോഴ്സിലേക്കാണെങ്കിലും, ആര് സ്വയം പഠിക്കാനാണെങ്കിലും കോച്ച് ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ എന്ത് പഠിക്കുകയാണെങ്കിലും അതിനൊരു ഔട്ട്ലൈൻ ആണ് ഞാൻ തരുന്നത്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഒരു ഔട്ട്ലൈൻ ആണ് ഞാൻ തരുന്നത്. അതായത് നിങ്ങളുടേതായ രീതിയിൽ ബെറ്റർ ആയിട്ട് ഓരോ ദിവസവും എങ്ങനെ ഇഫക്റ്റീവ് ആയിട്ട് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്ന കാര്യം. അപ്പൊ അതിന് ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ചിലതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, SCRT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് പോലെ എടുക്കുന്നത്. ഒരു SCRTയിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് ഞാൻ കുറേയധികം എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നല്ലോ, അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് SCRTയിൽ എന്ത് വേണം എന്ത് വേണ്ട, അതിനോട് എന്ത് ആഡ് ചെയ്യണം എന്നുള്ള ആ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്ത പോലെ പറഞ്ഞു പോകുന്നത്.
ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാനുള്ള ഗുണം മനസ്സിലായതുകൊണ്ടാണ് എന്താണ് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ മുന്നിൽ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സിന്റെ ഒരു ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ ഞാൻ കൊണ്ടുപോകുന്നത്. മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. ഓക്കെ, അത് എൻ്റെ എന്നല്ല, നിങ്ങൾക്ക് ആരുടെ കണ്ടാലും അത് ഹെൽപ്ഫുൾ ആകും. ഓക്കെ, സ്വയം പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരാൾ അനലൈസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അത് കേവലം വെറും ചോദ്യം ഉത്തരം എന്നുള്ളതിനേക്കാൾ ഉപരി ആ ചോദ്യം എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിലെ ഓപ്ഷൻ, ആ ഒരു ശരി ഉത്തരം എന്തുകൊണ്ട് ശരിയായി, ബാക്കിയുള്ളത് എന്തുകൊണ്ട് തെറ്റായിപ്പോയി എന്നുള്ളൊരു ഐഡിയ ഒരു എന്താണ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പം അത് ഞാൻ കോച്ചിങ് എടുത്ത് സാറ് പറഞ്ഞു തന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് ഈ എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ഒരു അറിവ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് എന്താണ് അതും ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഞാൻ മാക്സിമം ഇപ്പൊ ഈ 3 എക്സാംസിന് വേണ്ടിയിട്ടാണെങ്കിലും ഈ പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഡെയിലി ടൈം ടേബിൾ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്ലസ് നമ്മൾ രാത്രി അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വിസ് ചെയ്യും. പിന്നെ ഒരു വീക്കിലി ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ഇതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഈ ഞാൻ പറഞ്ഞ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ബേസ് ചെയ്തേ പറയുള്ളൂ. അത് ഡിഗ്രി ആയിക്കോട്ടെ, 10th ആയിക്കോട്ടെ, 12th ആയിക്കോട്ടെ, LGS ലെവലിലുള്ളതായിക്കോട്ടെ. കാരണം അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പാകത്തിലുള്ള ആളായിരിക്കും. എന്നാൽ നമുക്ക് എവിടെ നിന്ന് ചോദിച്ചാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും. ഓക്കെ, വെറുതെ പണ്ടൊക്കെ നമ്മൾ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ചോദ്യം നോക്കണ്ട, സ്കിപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അത് സ്കിപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ അതിനെ ഒന്ന് നോക്കും, അതിനെ വായിച്ചെടുക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയുമോ എന്നുള്ള ചിന്തയിലേക്കൊക്കെ എത്തും. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകാൻ പോകുന്നത് ഈ പറയുന്ന വീക്ക്ലി ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഒരു LDC, LGS, PFA എന്നുള്ള ഇതിനു വേണ്ടി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, അപ്പം ഈ ഒരു ക്വിസിൽ ഞാൻ പറഞ്ഞല്ലോ, റാങ്കിങ് ഒക്കെ അറിയാൻ പറ്റും നിങ്ങൾക്ക്, നിങ്ങൾ എത്രത്തോളം ഇതാക്കിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം ഇതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ 3rd വീക്കിൽ സ്റ്റാർട്ട് ചെയ്താലും മതി. പിന്നെ നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ACRT പാഠഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ 6, 8, 10ന്റെ പാർട്ട് 2 മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇതൊക്കെ ഒന്ന് വായിച്ചിപ്പോഴേ തുടങ്ങുക എന്നുള്ളതാണ്. ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് തുടങ്ങാം. ഇനി കോച്ചിങ്ങിന് കയറിയിട്ടുള്ളവരാണെങ്കിലും എന്താണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ, ഞാൻ പറയുന്ന ടൈം ടേബിളിന്റെ ബേസിസിൽ ഓരോന്നായിട്ട് കേട്ട് തുടങ്ങാം വീഡിയോസ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മൾ പറയുന്നത് ഒരു പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ട് എങ്കിൽ, അതായത് ഇന്ന ദിവസം നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് നമ്മളൊരു നിർബന്ധം വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. അല്ലെ, അവിടെ നമ്മൾ തന്നെയാണ് അറേഞ്ച് ചെയ്ത് ജസ്റ്റ് ഇന്ന് നോക്കിയേക്കാം. പക്ഷെ നമ്മൾ തന്നെയാണ് നമ്മുടെ ഒരു ഇത് ചെയ്യുന്നത് എങ്കിൽ, സെറ്റ് ചെയ്യുന്നത് എങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ആകാതെയും ഇരിക്കാം. അപ്പൊ അത് നമ്മുടെ മുകളിൽ എത്ര ബൈൻഡിങ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ മൈൻഡ് ഒക്കെ അനുസരിച്ചിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇപ്പൊ നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇന്ന സമയത്ത് എത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും എത്താൻ ശ്രമിക്കും. അല്ലെ, അതുപോലെ തന്നെയാണ് നമുക്ക് ഡെയിലി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇന്ന രീതിയിൽ ചെയ്യണം, ഇത് ചെയ്തിരിക്കണം. രാത്രി പരീക്ഷയുണ്ട്, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കും. പിന്നീട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ റെസ്ട്രിക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം തീർക്കാൻ ശ്രമിക്കും. അല്ലെ, ഇന്ന ഡേറ്റിനാണ് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിപ്പടഞ്ഞ് പഠിക്കില്ലേ, അതുപോലെ തന്നെയാണത്. പിന്നെ ഈ വീക്ക്ലി ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് നടന്ന എക്സാംസിൽ എന്താണ് PSC പുതിയതായിട്ട് ചോദിച്ചിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ മാറ്റം വരുത്തിയിട്ടുള്ളത്, ഏതൊക്കെ ഏരിയാസിനാണ് അവർ പുതിയതായിട്ട് ഫോക്കസ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെ, അപ്പോൾ അതിന് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യണം. അപ്പോൾ വീക്കിലി ഇപ്പോൾ ആക്കിയതാണ്, പിന്നീട് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണും. ഞാൻ പറയുന്നു വീണ്ടും എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ചേക്കുന്ന കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്നുള്ള ഒരു സംഭവമാണ്. വേറെ എന്തിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചേക്കുന്നതാണ്. അപ്പോൾ സെൽഫായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം പഠിക്കുന്നതിൽ. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. ഒപ്പം മാക്സിമം റിവിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണും. അത് മോക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, PSC നടത്തുന്ന എക്സാംസിന്റെ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ മാക്സിമം എത്രത്തോളം കാണുന്നോ അത്രത്തോളം നിങ്ങളുടെ നോളജ് കൂടും. നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ലെവലും കൂടും. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു ഉയർന്ന റാങ്ക് ഒക്കെ എത്താൻ പറ്റും. കോച്ചിങ് എടുത്തവർക്കും കിട്ടാതിരിക്കുന്നുണ്ട്, അല്ലെ, കിട്ടുന്നവരും ഉണ്ട്. സെൽഫായിട്ട് പഠിക്കുന്നവർക്കും കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുണ്ട്. അപ്പൊ ഞാൻ പറയില്ല, അവിടെ എന്തെടുത്താലും എന്ത് ചെയ്താലും അവിടെ നമ്മൾ ചെയ്യേണ്ട ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു നല്ലൊരു സ്കോറിങ്ങിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ആ ഒരു മിസ്സിങ് അത് ഫില്ല് ചെയ്യാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു ഔട്ട്ലൈൻ ആണ് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അതായത് ഏത് വഴി കൂടെ പോകണം എന്നുള്ള ജസ്റ്റ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ ഇതാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ മാക്സിമം എഫേർട്ട് ഇട്ടാലും അവിടെ ഒരു 1% ലക്കെങ്കിലും ഉണ്ട്. അതും നിങ്ങളുടെ കൂടെ തുണയ്ക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
നിങ്ങൾ അർഹിക്കുന്ന വിജയം നിങ്ങളെ തേടിയെത്തും. അപ്പോൾ അതിനു മുൻപ് നമ്മൾക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് സിലബസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അല്ലാത്ത പക്ഷം ഇതാണ് സിലബസ് എന്ന് പറയുന്നത് LGSന്റെ. ഓക്കെ, അപ്പോൾ ഈ LGSന്റെ സിലബസിൽ നിങ്ങളിപ്പോൾ ജസ്റ്റ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 10 മാർക്സാണ് നമുക്ക് ഈ പറയുന്ന എന്താണ് കറണ്ട് അഫയേഴ്സിന്റെ ഏരിയയിൽ നിന്ന് വരുന്നത്. ഇത് LDC അതുപോലെ VFAക്ക് വരുമ്പോൾ 20 മാർക്സിലോട്ട് വരും. ഓക്കെ, അപ്പോൾ എനിവേസ് രണ്ടിലാണെങ്കിൽ അത്യാവശ്യം മാർക്സിന്റെ ആ ഒരു വെയിറ്റേജ് ഉണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിലെയും കേരളത്തിലെയും സമകാലീന സംഭവങ്ങളാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം സയൻസ് എന്ന് പറയുന്ന ഏരിയ CAയിൽ, അതായത് കറണ്ട് അഫയേഴ്സിൽ എപ്പോഴും ചോദിക്കുന്ന ഏരിയ ആണ്. അതുപോലെ കലാ സാംസ്കാരിക മേഖലയാണെങ്കിൽ ഇപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാനൊക്കെ നല്ല രീതിയിൽ ചോദിച്ച കാര്യങ്ങൾ, അതായത് നിങ്ങൾ CA പഠിക്കുമ്പോൾ ഡെയിലി പഠിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് അവർ ഫോക്കസ് ചെയ്ത് പറയും. ലൈക്ക് നൊബേല് സ്ഥിരം ചോദിക്കാറുള്ള ഒരു സംഭവമാണ്. അത് അത്രയും ഡെപ്തിലാണ് ഇപ്പോൾ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ കേവലം ഒരു സബ്ജക്റ്റിൽ ഏത് കാര്യത്തിന് ഏത് വിഷയത്തിൽ എന്നുള്ള അല്ലെങ്കിൽ എന്താണ് അവരുടെ ഇതെന്നുള്ള രീതിയിൽ ഏത് രാജ്യക്കാരനാണ് ഇത്രയൊക്കെ ചോദിക്കുള്ളായിരുന്നെങ്കിൽ ഇപ്പൊ അതിന്റെ ഉള്ളിൽ അവർ കണ്ടെത്തിയ സംഭവത്തിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കേവലം ഒരു അറിവല്ല ഇപ്പോൾ ആ ഒരു എന്താണ് ഈ ഒരു എക്സാംസിലൂടെ ഒന്നും അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം വെറുതെ അങ്ങോട്ട് വായിച്ച് വന്ന് എക്സാം എഴുതണ്ട, അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെ എക്സാം എഴുതിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡെയിലി നിങ്ങൾ മനസ്സിലാക്കുന്ന കറണ്ട് അഫയറിന്റെ കൂടെ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയറും കൂടെ കവർ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, സെൽഫായിട്ട് പഠിക്കുന്നവരാണെങ്കിലും അല്ലാതെ പഠിക്കുന്നവരൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം. സബ്ജക്ട് വൈസ് പ്ലസ് ഡെയിലി കറണ്ട് അഫയർ എന്നുള്ള രീതിയിൽ പോകണം. അപ്പൊ നൊബേൽ ആണെങ്കിൽ എന്താണ്, നൊബേലിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ കുറേ ആയിട്ട് ചോദിക്കുന്നതുകൊണ്ട് ഇതൊക്കെ കാണാപ്പാടായിട്ടുള്ളവരുണ്ടാവും. പിന്നെ ഈ സ്പേസ് റിലേറ്റഡ് ആയിട്ട് കുറേയധികം മിഷൻസ് വരുന്നുണ്ട്. ഇതിൽ എല്ലാ മിഷനും ഒരുമിച്ച് പഠിക്കണ്ട, പകരം എന്ത് ചെയ്യുക, ഓരോ ദിവസവും കട്ട് ചെയ്ത് പഠിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് കറണ്ട് അഫയർ നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഡെയിലി പ്ലസ് ഇങ്ങനെ സ്പെഷ്യൽ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്യാൻ ശ്രമിക്കണം. എന്നാലേ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ സ്പോർട്സിന്റെ ഏരിയ, ആർട്സിന്റെ ഏരിയ, ഇങ്ങനെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ അതാണ് കറണ്ട് അഫയറിന്റെ കാര്യം. 10 മാർക്സ് LGSന്റെ എക്സാമിന്. പിന്നെ 10 മാർക്സ് വരുന്നത് നോക്കൂ, 5 മാർക്സ് ആയിരുന്നു നമുക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LDC LGS ആ ഒരു സംഭവത്തിൽ, അതായത് ജോഗ്രഫിയുടെ ഏരിയയിൽ നിന്ന് അതിൽ വേൾഡ്, കേരള, ഇന്ത്യ വരും. അപ്പൊ ഇവിടെ മെയിൻലി പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, അതിരുകൾ, ഊർജ്ജ മേഖലയിലെയും ഗതാഗത, അതായത് നോർമൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി CRT ഫാക്ട്സ് ആണ് അത് ചോദിക്കാറുള്ളത്. 10th പ്രിലിംസിന് ഒരു സിലബസ് എന്നുള്ള രീതിയിൽ, അതായത് ഇപ്പോൾ LGSന്റെ എന്നുള്ള രീതിയിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇതിന്റെ 5 മാർക്സേ അവിടെ വരുള്ളൂ. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും ഇതിന് 10 മാർക്സ് ഉണ്ട്. അപ്പൊ അത്യാവശ്യം ചോദിക്കാൻ പറ്റൂല. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രീംലി ഫാക്ച്വൽ ആയിട്ടുള്ള ചോദിക്കാം. ബേസിക്കലി 8, 9, 10 ക്ലാസ്സുകളിലെ ടെക്സ്റ്റിൽ നിന്ന് നല്ലവണ്ണം ചോദിക്കാം, അത്രയും കണ്ടന്റ്സ് അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അത് നല്ല രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ തന്നെ പഠിക്കണം. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ 5 മാർക്സിന്റെ വെയിറ്റേജ് LDC ഒക്കെ ആണല്ലോ കുറച്ചും കൂടെ ടഫ് കമ്പയർ ടു LGS. അതിന്റെ ഒരു ലെവലിൽ മാർക്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അത്രയും ഉണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ കൂടുതൽ പഠിച്ചെടുത്താലും അവിടെ പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ LGSന് ആവശ്യം വരും ഇത്. പിന്നെയുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. സ്ഥിരം നമ്മൾ കാണുന്ന സംഭവങ്ങളാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ. അപ്പൊ അത് കേവലം എന്താണ് അവിടെ ഹിസ്റ്ററിയുടെ ഭാഗത്താണ് നമുക്ക് വരിക, അല്ലെ ടോട്ടൽ 5ലാണ് വരുന്നതെങ്കിൽ ഇവിടെ 10 മാർക്സ് ആണ് അത്. അപ്പൊ അത്യാവശ്യം ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം. കേവലം ആയിട്ട് പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ അത്യാവശ്യം ഒരു ഡിഗ്രി ലെവൽ അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഡിഗ്രി ലെവലിന്റെ ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാണല്ലോ നിങ്ങൾക്ക് ഈ പറയുന്നതൊക്കെ സിമ്പിൾ ആയിട്ട് തോന്നും. ഓക്കെ, കാരണം ഡിഗ്രിയുടെ പ്രിലിംസും മെയിൻസിനും ഒക്കെ ഹിസ്റ്ററി അത്യാവശ്യം വളരെയധികം ഇൻഡെപ്തിലാണ് ചോദിക്കുന്ന കാര്യങ്ങൾ. അത് ചിലപ്പോൾ ഓരോരോ സ്റ്റേജിലുള്ള എക്സാം ആണെങ്കിൽ അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും, ചിലപ്പോൾ എളുപ്പമാവും, ചിലപ്പോൾ അല്ലാതെ. ഇപ്പൊ KSന്റെയും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഡിഗ്രിയുടെ എക്സാം ഇപ്പോൾ ഈ കഴിഞ്ഞത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹിസ്റ്ററി ഒക്കെ നല്ല രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി LGSനും LDSക്കും ഒക്കെ സഹായിക്കും. ഓക്കെ, കാരണം ഈ പറയുന്ന 10th ലെവലും 7th, അതായത് ഇപ്പോൾ ഈ LGS ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ എക്സാക്ട് ആയിട്ട് അവർ ഡിഗ്രിക്ക് ഇട്ടിട്ടുണ്ട്, സിമ്പിൾ ആയിട്ടും പോലും. ഓക്കെ, അതുപോലെ ഡിഗ്രിയിലെ ചില കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, ഇതിലേക്ക് ഇടും. പക്ഷെ അതിന്റെ ഒരു എന്താണ് ഇതിന്റെ വ്യാപ്തി കുറച്ച്, അതിന്റെ ഒരു തീവ്രത കുറച്ചിട്ടേ ഉള്ളൂ എന്ന് മാത്രം. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ കാര്യം. ദെൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങളെ കൂടാതെ നമുക്ക് LGSന് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം. ഈ സംഭവത്തെ കുറിച്ച് കഴിഞ്ഞ 10th പ്രിലിംസിന് ധാരാളം, ഒരു 3 സ്റ്റേജിൽ ധാരാളം ചോദിച്ചു, 4ാമത്തെ സ്റ്റേജിൽ കിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ഓരോന്നിന്റെയും. LDCക്കുള്ളതിൽ അത്രയും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇതൊന്നും അല്ല പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് മാത്രം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണൽ LDC ലെവൽ കണക്കാക്കി BPSPയും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഒക്കെ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. സോ ദാറ്റ് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പഠിച്ചെടുക്കാനും പറ്റും. മാർക്സ് ഒരു വെടിക്ക് 3 പക്ഷിയാണ് നമുക്ക്, അല്ലെ.
LGS, LDC, VFA. ഓക്കെ. പിന്നെ ഉള്ളത് എന്താണ്? കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായൽ. അതായത് നമ്മുടെ കേരള ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള 10 മാർക്സ്. മറ്റേത് ഒരൊറ്റ ജോഗ്രഫി 5 മാർക്സിലായിരുന്നു കേരള, വേൾഡ്, ഇന്ത്യൻ വന്നിരുന്നെങ്കിൽ ഇവിടെ അത് സെപ്പറേറ്റ് ആണ്. അപ്പൊ വെയിറ്റേജ് കൂടുതലാണ്. അപ്പൊ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ LGS എന്ന് നമ്മൾ ലെവൽ പറഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഡെപ്തിൽ പഠിക്കേണ്ടി വരും. ഇപ്പൊ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണെങ്കിലും അവിടെ 5 മാർക്കിന് നമ്മൾ ഈ 3 വിഷയത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മതിയായിരുന്നെങ്കിലും ഇവിടെ 10 മാർക്കിന് കുറേയധികം ഫാക്ടുകൾ പഠിച്ചെടുക്കേണ്ടി വരും. ഫാക്ടുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്യാവശ്യം എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കിയെടുക്കേണ്ടി വരും കാര്യങ്ങൾ. നമ്മളൊരു പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് വേണ്ടത് മാത്രം പഠിച്ചെടുത്താൽ മതി. പിന്നെയുള്ള 10 മാർക്സ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും പിന്നെ കേരളത്തിലെ നവോത്ഥാന നായകരുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇവിടെ ഒരു സെപ്പറേറ്റ് വെയിറ്റേജ് തന്നെ ഉണ്ട് അല്ലെ. ഹിസ്റ്ററിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് വെയിറ്റേജ് തന്നെ വന്നിട്ടുണ്ട് കുറച്ച്. അപ്പൊ ഇവിടെ നവോത്ഥാന നായകരെ കുറിച്ച് ധാരാളം ഫാക്ട്സ് ആണ് ചോദിക്കാൻ കിടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ അവര് വളരെ ടഫായിട്ട് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഒക്കെ. അപ്പൊ ഇത് 10 മാർക്സ് ആണ്, നിസ്സാരമല്ല. നമുക്കിത് ഓരോ ദിവസവും കൃത്യമായിട്ട് പഠിച്ചു പോകണം. അപ്പൊ അത് ഞാൻ എന്റെ സ്റ്റഡി പ്ലാനിൽ അത് പറയൂ കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 60 മാർക്സ് അവിടെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 40 മാർക്സിനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ സയൻസ്, അതിൽ നമ്മുടെ ബയോളജിക്ക് മാത്രം എത്ര മാർക്സിന്റെയാണ്? 10 മാർക്സിന്റെയാണ് ബയോളജിക്ക് മാത്രം. ഇപ്പോൾ ഇതില് നമ്മൾ ബേസിക് ആയിട്ട് ടെക്സ്റ്റിലെ ഫാക്ടുകൾ എന്നുള്ള രീതിയിൽ ഇതൊക്കെ കവേർഡ് ആവും. ഓക്കെ, ഇതൊക്കെ കവേർഡ് ആവും. അത്യാവശ്യം ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും പിന്നെ ഇത് ടെക്സ്റ്റ് കൂടാതെ റാങ്ക് ഫയല്, PYQ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കിട്ടും. പിന്നെ വനങ്ങളും വനവിഭവങ്ങളും, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട് സയൻസിന് അല്ലെ. അതിൽ തന്നെ ഫിസിക്കൽ സയൻസിനും 10 മാർക്സ് ആണ്. അപ്പൊ ഇതിൽ ഫിസിക്സും കെമിസ്ട്രിയും വരുന്നുണ്ട്. 5-5 വീതം എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ കെമിസ്ട്രിന്ന് ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കണം അത്യാവശ്യം കാൽക്കുലേഷൻസ് ഒക്കെ രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് കെമിസ്ട്രി അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് മൊളാരിറ്റി ഒക്കെ ചിലപ്പോൾ ഇതിനല്ലെങ്കിൽ കൂടി LDCക്കൊക്കെ ആവശ്യം വരും. ഡിഗ്രിക്ക് എന്തായാലും ആവശ്യം വരും. അപ്പോൾ അത്യാവശ്യം എന്താണ് കാര്യങ്ങൾ പഠിച്ചെടുക്കണം. LGS ആണ്, അപ്പൊ ആ രീതിയിൽ ചോദിക്കുള്ളൂ എന്നുള്ളതല്ല. നമ്മൾ പഠിക്കുമ്പോൾ അത്ര ആ ഒരു എന്താണ് എല്ലാം നല്ല മാർക്സ് ഉള്ള വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകളാണെന്നുള്ള രീതിയിൽ തന്നെ പഠിക്കാം. ഓക്കെ, അതിൽ കുറച്ചും കൂടെ പ്രിഫറൻസ് കൂടുതൽ ഏതിനാണ്? നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റിന് കൂടുതൽ പ്രിഫറൻസ് ഓരോ ദിവസവും കൊടുക്കും. അപ്പൊ നമ്മൾ ഒരു ദിവസം തന്നെ ഇപ്പൊ നോക്കി, നിങ്ങൾ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് അറിയാത്ത ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുകൾ, അതുപോലെ നിങ്ങൾ വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ 1, 2, 3 എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പൊ നമ്മൾ ഇന്റർമിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഒരു ടഫ് സബ്ജക്ട് നിങ്ങൾക്ക്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട്, പിന്നെ നിങ്ങൾക്ക് ഓക്കെ എന്നുള്ള ഒരു സബ്ജക്ട് എന്നുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഇത് സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. പിന്നെ നമുക്ക് എന്താണ് 40 മാർക്സ് ആയിരുന്നല്ലോ ബാക്കി ഉണ്ടായിരുന്നത്. അതിൽ 20 ബയോളജിക്കും അതുപോലെ തന്നെ ഫിസിക്സിന് എന്നുള്ള രീതിയിൽ പോയി. ബാക്കി 20 മാർക്സ് നമുക്ക് മാത്സ് ആണ്. മാത്സിന് അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. LGSന് ചിലപ്പോൾ നമുക്ക് എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള നോർമൽ കാൽക്കുലേഷൻസ് ഒക്കെ ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ഇതിൽ ഇംഗ്ലീഷും മലയാളവും ഇല്ല LGSന് അല്ലെ. അപ്പൊ LGS മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അത് മാത്രം എന്ത് ചെയ്താൽ മതി? കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അതേസമയം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 എക്സാംസിനും വേണ്ടിയിട്ടും അതുപോലെ ഈ വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ആ ഒരു ലെവലിൽ നിന്ന് വേണം പഠിക്കാൻ. ഓക്കെ, അപ്പൊ ഒരു ഡിഗ്രി ലെവൽ സിലബസ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ഇപ്പൊ നോർമലായിട്ട് ഈ സിലബസിൽ കാണുന്ന പോർഷൻസ് ഒക്കെ തന്നെ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി എന്താണ് വളരെ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാക്സിമം അത്യാവശ്യം വേണ്ട കാര്യങ്ങളും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ, ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നല്ല രീതിയിൽ ഈ പറയുന്ന എക്സാംസ് ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ടഫായിട്ടൊക്കെ ചോദിക്കാം. ഒരിക്കലും നമുക്ക് ഇന്ന രീതിയിൽ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. സിലബസിനുള്ളിൽ നിന്നല്ലാതെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് അവർ തന്നെ അവസാനം ഈ സിലബസിന്റെ അടിയിൽ പറഞ്ഞു വെക്കുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. അത് എന്താണ് കേവലം ഒരു ഇത് പാസ്സാവാൻ എനിക്ക് ഏതെങ്കിലും ഒന്നെന്നുള്ള രീതിയിൽ ഒന്നുള്ളത് പഠിക്കുന്നേക്കാൾ ഉപരി നിങ്ങൾ എന്ത് ചെയ്യാം? അത്യാവശ്യം ടഫാണ്, അപ്പൊ നല്ല രീതിയിൽ പഠിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളൊരു മെന്റാലിറ്റിക്ക് എന്ത് ചെയ്യാം? ഈ കാര്യങ്ങൾ ഓരോന്നായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കാം. അപ്പൊ രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഒരൊറ്റ ഇതായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞാൽ മതി എങ്ങനെ വേണം, സെപ്പറേറ്റ് ആയിട്ട് വേണോ? LGSന്റെ ആ ഒരു സ്റ്റഡി പ്ലാൻ അല്ല, LDC, LGS, VFA എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു പോയാൽ മതിയോ? കാരണം ഏകദേശം കണ്ടന്റ് എല്ലാം സെയിം ആണ്. അവിടെ LDC, VFAക്ക് തീർച്ചയായിട്ടും എന്താണ് കേരള ഗവേണൻസ്, ഇമ്പോർട്ടന്റ് ആക്ട്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് മലയാളത്തിൽ ഫോക്കസ് കൊടുക്കണ്ട, പക്ഷെ അവിടെ LDCക്കും VFAക്കും ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ എന്തായാലും ഇംഗ്ലീഷ് മലയാളം പഠിക്കുക. അത് നമുക്ക് എന്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും ഉപകാരമാണ്. ഓക്കെ, അത് ഓരോ ദിവസവും നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം. അപ്പൊ അത് ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാനിൽ പറയുന്നതായിരിക്കും എന്താണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഇതാണ് ഏകദേശം നിങ്ങളിപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് LGSന്റെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മുടെ LDC VFയുടെ സിലബസ് ഓൾമോസ്റ്റ് എന്താണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഒക്കെ തന്നെ സിലബസ് ഒക്കെ തന്നെയാണ്. അവിടെ ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഒറ്റ എക്സാം ആണെന്ന് വിചാരിക്കാം നമുക്ക്. ഒറ്റ എക്സാം ആണെങ്കിൽ ആ ഒരു ടഫ്നെസ്സോട് കൂടി തന്നെ ഇപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എഴുതിയ പലർക്കും ടഫ്, അതുപോലെ തന്നെ ഓക്കെ എന്നുള്ള രീതിയിലുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മൾ ഇനി എക്സാം എഴുതാൻ പോകുന്നത്. ഇനി നമ്മൾ എഴുതുന്ന എക്സാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു 80+ എങ്കിലും ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു 70 to 75 റേഞ്ചിലെങ്കിലും കിട്ടും. ഓക്കെ, നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട്, നിങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് മാർക്സ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സ്വയം തോന്നണം ഓക്കെ ഐ എം വർക്കിംഗ് അല്ലെങ്കിൽ ഐ എം സ്റ്റഡി, ഐ എം ഡൂയിങ് മൈ ബെസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം തോന്നാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് വേണ്ടത് മാത്രം. അല്ലാതെ നമുക്ക് എല്ലാ അറിവും സ്വരുക്കൂട്ടി വെച്ചിട്ട് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിച്ചെത്താൻ പറ്റില്ല. നമ്മൾക്ക് ഒരേ സമയം ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്കാണ് ആവശ്യം. ഓക്കെ, അപ്പോൾ LGSന്റെ സിലബസ് ഉണ്ടല്ലോ. അപ്പോൾ ഇൻ കേസ് ആരെങ്കിലും ഇതിൽ ഇങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി, പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് സെൽഫായിട്ട് പഠിക്കണോ കോച്ചിങ് വേണോ എന്നുള്ളതൊക്കെ ഒരു ബേസിക് നോളജ് നിങ്ങൾ എന്തായാലും ഏത് വഴിയാണെങ്കിലും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഈ ബേസിക് നോളജിൽ നിന്നാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഈ അടിസ്ഥാന ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റ് ഈ പറയുന്ന സിലബസിൽ പറയുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു അടിസ്ഥാനപരമായ അറിവുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അത് ബിൽഡ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾ മെയിൻലി ഇനി വരുന്ന എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റിവിഷൻ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പൊ മാക്സിമം നിങ്ങൾ ആദ്യം എല്ലാം ഇതിലൂടെ ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള പോർഷൻസിലൂടെ നിങ്ങൾ കവർ ആയി പോകണം. അതിനുശേഷം നിങ്ങൾക്ക് ആദ്യത്തെ ഒരു റിവിഷൻ കഴിയുള്ളൂ. ദെൻ ഒരു സെക്കൻഡ് റിവിഷൻ, മാക്സിമം നമുക്ക് ഒരു 2 റിവിഷൻ എങ്കിലും ചെയ്യാൻ പറ്റണം. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്താൽ തന്നെ ഒരു 3rd റിവിഷനും കൂടെ നിങ്ങൾക്ക് നന്നായി നടക്കും. ഓക്കെ, ഏറ്റവും റിവിഷന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് പിന്നെയുള്ളത് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഓക്കെ, അത് നല്ല രീതിയിൽ ചെയ്യാം. പിന്നെ PYQ ബുക്ക് വേണമെന്നൊക്കെ ഞാൻ കമന്റ് കണ്ടിരുന്നു. അപ്പൊ PYQ ബുക്കായിട്ട് കിട്ടുമെങ്കിൽ ഓക്കെ. പക്ഷെ ചിലപ്പോൾ ഈ ലേറ്റസ്റ്റ് നടന്ന എക്സാംസിന്റെ പേപ്പർ ഉണ്ടാവണമെന്നില്ല ഈ പറയുന്ന ചില PYQ ബുക്കിൽ. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ മേടിക്കാം. എൻ്റെ പണ്ടത്തെ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പുതിയത് മേടിച്ചിട്ടില്ല. ഞാൻ അപ്പോൾ വരുന്ന എക്സാംസ് എന്താണ് സൈറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് ആൻസർ ചെയ്യാറാണ് പതിവ്. ഓക്കെ, കീ വെച്ചിട്ട് അതപ്പോൾ തന്നെ OMRൽ ആൻസർ ചെയ്തും വെക്കും, മാർക്ക് ചെയ്ത് വെക്കും, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അല്ലാതെ ഉള്ളത് PYQ ബുക്കായിട്ട് കിട്ടണമെന്ന് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഫോണിൽ നോക്കിയിരിക്കേണ്ട, വളരെയധികം ബുദ്ധിമുട്ട് തോന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഉള്ളത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇന്ന ഇയർ വരെ അല്ലെങ്കിൽ ഇന്ന ഇതുവരെയുള്ള അതേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോഴും നിങ്ങൾ അപ്പൊ നടക്കുന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും എന്ത് ചെയ്യാൻ ശ്രമിക്കണം, ആൻസർ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ വേഗം തുടങ്ങുന്നതായിരിക്കും. യാതൊരു ടെൻഷനൊന്നും വേണ്ട. ഈ പറയുന്ന പാഠഭാഗങ്ങൾ പറഞ്ഞതൊക്കെ ഒന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഈ ഒരു ടൈം ഗ്യാപ്പിൽ. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങളൊന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കുക. അതൊക്കെ നമുക്ക് ആവശ്യമാണല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സിലബസ് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ ഈ നവോത്ഥാന നായകർ, അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ ദിവസങ്ങൾ ഓരോരുത്തരെ കുറിച്ചൊന്നും ഒരു GK അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾക്കൊന്ന് വായിച്ചെടുക്കാം. കാരണം അതൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് അറിയാത്ത മാത്സിലെ കൂടുതൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്താണ് നമ്മളിപ്പോൾ ഈ ലേറ്റസ്റ്റ് നടന്ന കുറെ എക്സാംസിന്റെ ഒക്കെ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതായത് ഇതുവരെയുള്ള നിങ്ങളുടെ അറിവ് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഈ ഒരു ടൈം ഗ്യാപ്പിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെ കാര്യങ്ങൾ രജിസ്റ്റർ ആയിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, ഇനി ഏതൊക്കെ കാര്യങ്ങളിൽ ഒന്നും കൂടെ എന്താണ് ഒരു പഠനം ആവശ്യമാണ്, അതുപോലെ തന്നെ പഴയ പഠനത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് നിങ്ങളുടെ രീതിയിലുള്ളത് കൊണ്ടുവരണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.